തൃശൂരിലെ ബി.ജെ.പി. വിജയത്തിന് പിന്നിലെ അന്തർധാര എന്ത് എന്ന ചോദ്യത്തിന് പരസ്പരം പഴിചാരുകയായിരുന്നു കോൺഗ്രസും CPM-ഉം. ഇതിനിടെയാണ് പ്രതിപക്ഷ നേതാവിന്റെ ഗുരുതര ആരോപണം ഉയർന്നത്. RSS നേതാവിനെ കണ്ടെന്ന ADGP സമ്മതിച്ചത് പ്രതിപക്ഷ നേതാവിന് രാഷ്ട്രീയ മൈലേജുമായി. ഒസബല വന്നിരുന്നു, 20 ദിവസത്തെ ക്യാമ്പ് RSSന്റെ നടന്നിരുന്നു, 3 ദിവസം അദ്ദേഹം തൃശ്ശൂരിലുണ്ടായിരുന്നു. അദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ ദൂതനായി ADGP അജിത് കുമാർ കണ്ടു. കുറച്ചുകൂടി കടുപ്പിച്ചാണ് KC വേണുഗോപാലിന്റെ വിമർശനം. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ പാർട്ടിയെ തന്നെ RSSന്റെ മുന്നിൽ കെട്ടിയിടാനാണ് ഉദ്ദേശിക്കുന്നത്? അഖിലേന്ത്യാ പാർട്ടി എന്നൊരു പാർട്ടി CPM-ന് ഉണ്ടോ? ഉണ്ടെങ്കിൽ അവരൊന്ന് ചിന്തിക്കണ്ടേ? മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെ അജിത് കുമാർ RSS നേതാവിനെ കാണില്ലെന്ന് K. മുരളീധരൻ. മുഖ്യമന്ത്രിക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ: 1 കേസുകൾ പിൻവലിക്കുക, കരുവണ്ണൂർ ബാങ്ക് തട്ടിപ്പ് ഉൾപ്പെടെ; 2 ഭരണ തുടർച്ചയുണ്ടാക്കുക കേരളത്തിൽ; 3ാമതും വരാൻ സഹായിക്കാന്നല്ലേ ജാവേദ്കർ EP ജയരാജനോട് പറഞ്ഞു. അപ്പോൾ ഈ ധാരണ വളരെ വ്യക്തമല്ലേ? ADGP ആണ് അതിൻ്റെ സൂത്രധാരകൻ, മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ട് പോയതാണ്. പ്രകാശ് ജാവദേക്കറെ കണ്ട EP ജയരാജന് ലഭിക്കാത്ത പരിഗണന അജിത് കുമാറിന് എങ്ങനെ ലഭിക്കുന്നു എന്നാണ് രമേശ് ചെന്നിത്തലയുടെ ചോദ്യം. ജയരാജന്റെ സ്ഥാനചലനവുമായി ബന്ധപ്പെട്ട് CPM-ലുള്ള അതൃപ്തിക്ക് ആക്കം കൂട്ടലാണ് ലക്ഷ്യമെന്ന് വ്യക്തം. ഇന്നലെ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് അങ്ങനെ പോയി കണ്ടാൽ എന്താണ് കുഴപ്പമെന്നാണ്. അപ്പം ജാവ്ദേക്കർ EP ജയരാജനെ പോയി കണ്ടപ്പോൾ EP ജയരാജന്റെ സ്ഥാനം തെറിച്ചു. അപ്പോൾ ഇപ്പം ഇവിടെ ആരുടെ സ്ഥാനമാണ് തെറിക്കേണ്ടത്? കോൺഗ്രസിന് മൃദു ഹിന്ദുത്വ സമീപനമെന്ന CPM പ്രചാരണത്തിൽ നഷ്ടമായ ന്യൂനപക്ഷ വോട്ടുകൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരികെ വന്നു എന്നാണ് UDF വിലയിരുത്തൽ. മുൻപ് CPM പ്രയോഗിച്ച് വിജയിച്ച തന്ത്രം അതേ തീവ്രതയോടെ തിരിച്ചടിക്കാൻ കിട്ടിയ അവസരമായാണ് അജിത് കുമാർ വിവാദത്തെ കോൺഗ്രസ് കാണുന്നത്. CPM BJP അന്തർധാരയുണ്ടെന്ന വിവാദം സജീവ ചർച്ചയാക്കി നിർത്തിയാൽ വൻ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അമൽ തേൻപറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.